ജൂണിൽ വരുന്ന തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് വളരെ കുറച്ച് മാസങ്ങൾക്കിപ്പുറം നേരിടാൻ പോകുന്ന വലിയ മത്സരത്തിൻ്റെ ഒരു വിധിയെഴുത്താണ്. ജനങ്ങൾ പെട്ടെന്ന് മറക്കില്ല. അതുകൊണ്ട് അവിടെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ PV അൻവർ മാറിയപ്പോൾ അല്ലെങ്കിൽ PV അൻവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാൻ UDF-ലേക്ക് പോയ PV അൻവറിന് UDF സ്ഥാനാർത്ഥി, അത് ഹുവർ ഇറ്റ് ഈസ്, VS ജോയി ആയാലും ആര്യാടൻ ഷൗക്കത്ത് ആയാലും അൻവറിന് അവിടെ ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ അൻവറിൻ്റെ പ്രസക്തി ഉയരുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും LDF-ൻ്റെയും വലിയ രീതിയിലുള്ള പ്രതിച്ഛായയ്ക്ക് കോട്ടം സംഭവിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ നിലമ്പൂർ, നേരത്തെ ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞാലിയുടെയും ആര്യാടൻ മുഹമ്മദിൻ്റെയും രാഷ്ട്രീയ ഭൂമികയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആർക്കാണ് ആ മണ്ണ് ഉറച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ ആരെയാണ് ഉറപ്പിച്ചു നിർത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോൾ പ്രവചനാതീതമായി തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഇക്വേഷൻസ് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. കാരണം 24 വർഷം ആര്യാടൻ മുഹമ്മദിന് ആ മണ്ഡലം പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. 2016 അദ്ദേഹം അവിടെ നിന്ന് മാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരനായി വരാൻ ആര്യാടൻ ഷൗക്കത്തിന് അവിടെ സാധിക്കുന്നില്ല എന്നത് നമ്മൾ കണ്ടതാണ്. PV അൻവർ അങ്ങനെ അവിടെ ഒരു എൻട്രി നടത്താൻ PV അൻവറിന് സാധിക്കുന്നു. ആ എൻട്രി തുടരാൻ PV അൻവറിന് കഴിയുന്നു. ഇടത് സ്വതന്ത്രനായി PV അൻവർ നിൽക്കുന്നു. അപ്പോൾ ഇടത് സ്വതന്ത്രൻ എന്ന് പറയുമ്പോൾ PV അൻവറിൻ്റെ മാത്രം വോട്ടുകൾ കൊണ്ട് നിലമ്പൂരിൽ അൻവറിന് ജയിക്കാൻ കഴിയില്ല. അവിടെ ഇടതുപക്ഷത്തിന് ശക്തമായ പിന്തുണ വേണം. ആ പിന്തുണ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഘടകങ്ങളെ അൻവറിന് അനുകൂലമാക്കി ചലിപ്പിക്കാൻ അവിടെ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ പിണറായി വിജയന് അവിടെ സാധിച്ചിട്ടുണ്ട്.